ഓട്ടോക്കാരൻ എന്റെ കഴുത്ത് ചവിട്ടി ഞെരിക്കുകയും എന്നെ തറയിലിട്ട് ഉരയ്ക്കുകയും. ഭാഗ്യം കൊണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ ജീവനും നഷ്ടപ്പെടണം അല്ലേ? ഒറ്റ ഇടി ഇങ്ങനെ ഇടിക്കാവുന്നപ്പോ എങ്ങനെയങ്ങ് തെന്നി. പക്ഷെ ഇപ്പോഴാ കണ്ണിന് വയ്യ. നമസ്കാരം, ഇത് ചിറയൻകീഴ് കൃഷ്ണ ജ്വല്ലറിയാണ്. ഇവിടെ ഒരാഴ്ച മുമ്പ് വളരെ ഏവരും ഞെട്ടിപ്പോകുന്ന ഒരു സംഭവം നടന്നു. മറ്റൊന്നുമല്ല, ഇവിടെ സ്വർണം പണയം വിൽക്കാൻ സഹായിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അങ്ങനെ സ്വർണം പണയമെടുത്ത് വിൽക്കാനെന്ന് വിധേന വന്ന 4 പേർ ചേർന്ന് ഈ 2 പേരെയും കണ്ണിൽ മുളക് പൊടി എറിഞ്ഞ് തറയിലിട്ട് വലിച്ചഴച്ച് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായി. 4 പേരെ ഇപ്പോൾ ആറ്റിങ്ങൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചേട്ടന്മാരെ ചേരാണ്. ചേട്ടന്റെ പേര്? എന്റെ പേര് സാജൻ എന്നാണ്. ചേട്ടന്റെ പേര്? ബിജു. ചേട്ടാ, ഈ സംഭവം ഒന്ന് പറയോ? സംഭവം എന്ന് പറയുന്ന ഈ അഭിലാഷ് എന്ന് പറയുന്ന പാർട്ടി നമുക്ക് നേരത്തെ പരിചയമുള്ളൊരു പാർട്ടിയാണ്. അഭിലാഷ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് പണം അടക്കണം, അതിന് വരാമെന്ന് ചോദിച്ചു. അപ്പം നമ്മളെ ഈ സംഭവം ഇത് പാങ്ങോടാണ് ഇരിക്കുന്നത്. പാങ്ങോട് ജെറി നിധി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് ഇരിക്കുന്നത്. അപ്പം തുണ്ടും എല്ലാം ഇവർ അയച്ചു തന്നിട്ട് പറഞ്ഞ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം നമ്മളിവിടെ പോയപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ ഇവിടെ നിന്ന് ഒരു ആട്ടോ പിടിച്ചാണ് പോകുന്നത്. അത് ആട്ടോ പിടിച്ച് ഈ അഭിലാഷ് പറഞ്ഞു വിട്ട പയ്യനുമായിട്ട് നമ്മളങ്ങ് പോവുകയാണ് ചെയ്തത്. പാങ്ങോട് പോയി എത്തിയതിന് ഏകദേശം ഒരു 5-5:30 കൂടി നമ്മൾ പാങ്ങോട് അവിടെ എത്തി. അപ്പോൾ പറഞ്ഞ ഇവർ ഈ പെണ്ണുങ്ങളും കുറച്ച് 2 പെണ്ണുങ്ങളും ഉണ്ടായിരുന്നത്. ഒരു 3 പെൺകൊച്ചുങ്ങളും ഒരു പയ്യനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പയ്യനാണ്. ഏകദേശം അങ്ങ് അവിടെ എത്തിയപ്പോഴും ഇവർ പറഞ്ഞ് ഇത് പണയം സാധനം അടച്ചു പോയി, നിങ്ങൾക്കൊരു അരമണിക്കൂർ മുമ്പ് നിങ്ങൾ വന്നിരുന്നെങ്കിൽ നിങ്ങൾ സാധനം തരായിരുന്നു പറയാം. ഇവർ ക്ലോസ് ചെയ്തിട്ട് പോയി. എന്നിട്ട് ഞാൻ വിളിച്ച് ചോദിച്ചിട്ടാണ് പോയത്. അപ്പോൾ പറയാം കുഴപ്പമില്ല, 6 മണി വരെ ഞങ്ങൾ പറയുന്ന പാർട്ടി കണ്ടിരിക്കും. ഈ അങ്ങനെ ഓക്കെ അങ്ങനെ സംബന്ധിച്ചപ്പോൾ പറഞ്ഞ ബാങ്കിൽ പിറ്റേന്ന് വരാമെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. പിന്നെ അതിന്റെ പിറ്റേന്നാണ് ചെയ്തില്ല. അത് ഇവിടെ നിന്നുള്ള ആട്ടയുണ്ടാണ്. പിന്നെ ഈ പയ്യൻ ഇത്തിരി റോങ് ആയിരുന്നു. എനിക്ക് വന്നാൽ അവന്റെ അമ്മേനെ കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞ് ഏകദേശം വേളാക്കുടി പുതിയ രാമച്ചമ്പള അങ്ങ് പുതിയ ബൈപ്പാസ് അങ്ങ് കൊല്ലമ്പുഴയിലോട്ട് പോകുന്ന വഴി കുറച്ച് പോയിട്ട് അപ്പൊ നമ്മൾ ആട്ടോ എടുത്ത് ശകലോടെ മുമ്പിലോട്ട് വന്നപ്പോഴേ അപ്പൊ ഇവരെ പ്ലാനുകൾ മാറിയെന്നാണ് എന്റെ കാഴ്ചപ്പാട്. അപ്പോ ചേട്ടന്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടായിരുന്നു? എന്റെ ഫസ്റ്റ് ടൈം പോയപ്പോഴേ എന്റെ കയ്യില് 3 ലക്ഷം രൂപയാണ് ഉണ്ടായിരുന്നത്. ആദ്യ ദിവസം പോയപ്പോഴത്തേക്ക് കാശ് കൊടുക്കുകയോ സ്വർണ്ണം എടുക്കുകയോ ചെയ്തില്ല. വ്യാഴാഴ്ച വന്ന് 3 മണിക്ക് വിളിച്ച് ഈ അഭിലാഷ് എന്ന് പറഞ്ഞ 1-ാം പ്രതി വിളിച്ച് എന്നാ പൈസ സെറ്റ് ചെയ്ത് അവരുമായിട്ടാണ് ലിങ്ക്, ഞാനായിട്ട് ബന്ധമില്ല. വിളിച്ചിട്ട് പറഞ്ഞ് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ നമ്മൾ 3 ലക്ഷം രൂപ എടുത്ത് വെച്ച് ഒരു 1.5 ലക്ഷം കൂടെ വേണം, കുറച്ചുകൂടെ പണയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു ഡൗട്ട് തോന്നിയപ്പോൾ ആട്ടോക്കാരനെ കണ്ടപ്പോൾ എനിക്കൊരു പന്തിയോട് തോന്നി. ആറ്റിക്കുന്ന വണ്ടിയല്ലേ, ഞാൻ പറഞ്ഞു പോകുന്നത് എങ്കിൽ നീങ്ങടോ. അങ്ങനെ കട ഷട്ടർ ഇട്ടിട്ടാണ് നമ്മൾ പോണത്. പക്ഷെ ഇവിടെ നിന്ന് അവർ പറഞ്ഞ അവിടെ മാമത്ത് കോട്ടോട്ട റൂട്ടിലല്ലേ, ബൈപ്പാസ് നിന്ന് മാമത്ത് പോകുന്ന റൂട്ടിലാണ് അവർ നിൽക്കുന്നത്. 2 പെണ്ണുങ്ങൾ അവിടെ ഉണ്ട്. അവരെ കൂടെ കയറ്റാൻ പറഞ്ഞ് റോങ് റൈറ്റ് സൈഡിൽ തന്നെ അല്ല ഈ പാലമൊന്നും വെച്ച് ഞാൻ പറഞ്ഞ് നമുക്ക് അടുത്ത ആട്ടം കൂടെ പിടിക്കാന്ന് പറഞ്ഞ് കുഴപ്പമില്ല, ചെറുക്ക ഫ്രണ്ടിൽ ഇരിക്കാം, 4 പേർക്ക് 2 പെണ്ണുങ്ങൾക്ക് എനിക്ക് വരും ബാക്കി ഇരിക്കാന്ന് പറഞ്ഞു. പക്ഷെ ഇതിന്റെ പുറകെ 2 പേര് ഇരിക്കുന്ന അറിയുന്നില്ല. അതാണ്ട് അതൊക്കെ ഡിക്കിക്കകത്ത് വെച്ചിട്ട് അപ്പൊ ഞാനാണ് സെന്ററിൽ ഇരിക്കുന്നത്. എന്നെയാണ് ഫസ്റ്റ് ഒരു 2 കൈ ഒന്ന് പെട്ടെന്ന് ആ ഒരു സംഭവം നടക്കുമ്പോഴത്തേക്ക് ചേട്ടനുണ്ട്, ഇദ്ദേഹമുണ്ട്, ഈ പയ്യനുണ്ട്. ഈ പയ്യനാണ് നിങ്ങളെ കൂടെ ഇരിക്കുന്നത്. ഈ പയ്യനാണ് നമ്മളെ കൊണ്ടുപോകണം. ഈ പയ്യൻ റൈറ്റ് സൈഡില്, ഞാൻ സെന്ററില്, ലെഫ്റ്റില്, പിന്നെ ഇത് ആട്ടോ ഡ്രൈവർ. ഇതാണ് ഇത് എല്ലാം കൂടാതെ ചെയ്യുന്ന ആള്. 1-ാം പ്രതി അഭിലാഷ്. ഒളിച്ചിരുന്ന അഭിലാഷാണോ? ഒളിച്ചിരുന്നതിൽ ഒന്ന് ഇതാണ്, മുഹമ്മൂട്. ഇനി ഒരാളെ കൂടെ കിട്ടാണ്ട്. നിലവിലെ ഓട്ടോ ഡ്രൈവറും ഇവിടെ സ്വർണം കാശ് വാങ്ങാമെന്ന ആളും പിന്നെ ഈ ഒരു പ്രതി അഭിലാഷും പിന്നെ ഒളിച്ചിരുന്ന ഒരാളെ പിടിച്ചു. ഇനി ഒരാളെ പിടിക്കാൻ സംഭവം പറയട്ടെ. അങ്ങനെയാണ് അങ്ങനെ പിടിച്ച് എന്റെ പെട്ടെന്ന് കഴുത്തിൽ പിടിച്ച് നിങ്ങള് എവിടെ രാമശമ്പളം എത്തി? ആ ബൈപ്പാസിലെത്തി. മാമത്തേക്ക് പോണ വഴിക്ക് എത്തിയപ്പോഴത്തേക്ക് എന്റെ കണ്ണിൽ മൊത്തം മുളക് പൊടി കഴിച്ച് ബാക്കിന്ന് അപ്പൊ ഞാൻ അല്ലറി വിളിച്ചപ്പോ വണ്ടി സ്ലോ ആയപ്പോ എടുത്ത് ചാടി. പൈസ അവന്റെ കയ്യിലാണ്. ചാടിയപ്പോഴേ ഓടി. അപ്പൊ ഓടുന്ന സമയത്ത് ഈ ഇതില് ബാക്കി ഉണ്ടായിരുന്ന ഒരുത്ത അവന്റെ ടീഷർട്ടിൽ കയറി പിടിച്ചു. ഒരു നീല ടീഷർട്ടാണ്. അതങ്ങ് കീറി എന്നിട്ട് അത് കളഞ്ഞിട്ട് ഓടി. പക്ഷെ ഈ ആട്ടോ ഡ്രൈവർ ഇത്തിരി ഹൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് അവ ഓടിച്ചിട്ട് ചവിട്ടി ഇട്ടവരെ.
ചവിട്ടി പ്രശ്നങ്ങളായിരുന്നു. ഓട്ടോക്കാരൻ എന്റെ കഴുത്ത് ചവിട്ടി ഞെരിക്കുകയും എന്നെ തറയിലിട്ട് ഉരയ്ക്കുകയും അവരാണ് പൈസ പിടിച്ച് പറിച്ചത് ഓട്ടോക്കാരനാണ്. നല്ല മുളകൊടി വീണില്ല. അപ്പൊ എനിക്കൊന്നും കാണാം. അപ്പൊ ആട്ടോ നമ്പർ നോക്കാനും പറ്റുന്നില്ല. KL 31 മാത്രം ഞാൻ കണ്ടു, ബാക്കി നമ്പർ അറിയാം. എന്നിട്ട് ഞാൻ എന്നിട്ട് കിടന്ന് നിലവിളിക്കാൻ അവനെ വിടുറാന്ന് പറഞ്ഞിട്ട് യുവമാര് ഓടുന്ന വഴി തന്നെ എന്നെ ഇങ്ങനെ ഒരു ഒറ്റ ഇടി ഇടിച്ചു. ഒറ്റ ഇടി ഇങ്ങനെ ഇടിക്കാവുന്നപ്പോ എങ്ങനെയങ്ങ് തെന്നി. പക്ഷെ ഇപ്പോഴാ കണ്ണിന് വയ്യ. യുവമാരെ വണ്ടി എടുത്ത് അപ്പോഴേ പോയി. ഈ പയ്യ അപ്പോഴും കൊണ്ടുപോയി. അതായത് 9 കെട്ടുണ്ടായിരുന്നു 50,000-ന്റെ. അതിൽ 5 കെട്ട് അവരുടെ കയ്യിലും, റബ്ബറാണ് ഇട്ട് വെച്ചിരുന്നത്. 4 കെട്ട് അവന്റെ കയ്യിൽ വരും. അവൻ പിടിച്ചതില് അവൻ ഇത്തിരി വലിപ്പമൊക്കെ ഉള്ളതുകൊണ്ട് അവന്റെ കയ്യിൽ 5 കെട്ട് പോയി. എന്നിട്ട് ഞാൻ എപ്പോഴും നാട്ടുകാരൊക്കെ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ആരും വരുന്നില്ല. എന്നിട്ട് ഞാൻ പോയി പെട്ടെന്ന് അവിടെ ഇത്തിരി വെള്ളം ഒഴുകുന്ന സ്ഥലമുണ്ട്, അവിടെ പോയി മുഖം കഴുകി പെട്ടെന്ന് തന്നെ ഞാൻ 100-ന് വിളിച്ചു. അപ്പൊ 5 മിനിറ്റ് കൊണ്ട് പോലീസ് അവിടെ വന്നു. ഇപ്പോഴത്തേക്ക് ഈ പയ്യ ഓടിക്കളഞ്ഞു, നമ്മുടെ കൂടെ നിന്ന് ഈ പയ്യ ഓടിക്കളഞ്ഞു. പക്ഷേ നമ്മൾ പോയി വലിയൊന്ന് ആശുപത്രിയിൽ പോയി ചികിത്സ തേടി നേരെ ഇവിടെ ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത് ഒരു 9 മണിക്കകത്ത് ഓരോരുത്തരായിട്ട് പൊക്കി. 10 മണിയായപ്പോ എല്ലാരെയും പിടിച്ചു. അഭിലാഷ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ സെറ്റ് വർക്കിനായിട്ട് ചങ്ങനാശ്ശേരി പോയിരിക്കണം എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. കാശ് ആവശ്യപ്പെടുകയും ചെയ്ത് അഭിലാഷ് അവിടെ നിൽക്കുകയും ചെയ്യരുത്. ജെറി ഫിനാൻസിൽ ഞാൻ ഇവിടെ നിന്ന് ഒരു ചെറിയ ഒരു ഓട്ടോ ഡ്രൈവറും ഈ അഭിലാഷ് പറഞ്ഞതനുസരിച്ച് ഈ പയ്യനെ ഇവിടെ കൊണ്ടുപോയപ്പോൾ അഭിലാഷം ഈ 2 സ്ത്രീകളും അവിടെ ആ ജെറി ഫിനാൻസ് ലിമിറ്റഡ് നിൽക്കുകയായിരുന്നു. തിരിച്ചു പിന്നെ അഭിലാഷ് നമ്മൾ ആട്ടോയിൽ കൂടെയാണ് കയറി ഇങ്ങനെ ചെറിയങ്കിഴ് വന്നത്. അവർ ആറ്റിങ്ങലോട്ടും പോയി. ഈ സംഭവം കഴിഞ്ഞ ശേഷം നിങ്ങൾ അഭിലാഷിനെ വിളിച്ചപ്പോഴാണ് ഞാൻ ചങ്ങനാശ്ശേരിയിൽ പോകാൻ പോണു, കൊല്ലത്തേക്കാണെന്ന് പറഞ്ഞത്. ഞാൻ ഇതുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ഇതിൽ അറിയാന്നുള്ളതെന്ന് പറഞ്ഞാൽ അറിയാന്നുള്ളത് ഈ ആട്ടോ ഡ്രൈവർ, പിന്നെ അവനെ പരിചയമുണ്ട്. ഈ ചെറുക്കനെ അറിയാം. പക്ഷെ ഇത് മുഖം മൂടി ധരിച്ച ഒന്ന് ഇനി ഒരുത്തനും കൂടെ കിട്ടാറുണ്ട്. അവരെ നമുക്ക് അറിയാൻ പറ്റില്ല. അത് അവര് എന്തായാലും 2 ദിവസത്തിനകത്ത് കണ്ടു. നമ്മള് വിളിച്ചായിരുന്നു, അവിടെ പോലീസിൽ വിളിച്ചായിരുന്നു, കിട്ടിയില്ലെന്ന് പറഞ്ഞു. 2.5 4 കൊണ്ടുപോയി. 2 അവന്റെ, അതായത് റബ്ബർ ഇങ്ങനെ പേപ്പറിൽ പൊതി റബ്ബർ ബാൻഡാണ് ഇട്ടിരുന്നത്. അപ്പൊ പിടിവലിയില് 5 കെട്ട് അവന്റെ കയ്യിൽ പോയി, 4 കെട്ട് അവന്റെ കയ്യിൽ ഇരുന്നു. അത് പോലീസിനെ കാണിക്കുകയും ചെയ്തു. എടുത്തോ? അല്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ ഒളിവില് 5-ാം മിനിറ്റിലാണ് പൈസ ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ അതിനെ പോലീസ് കറക്റ്റായിട്ട് ആളിനെ കണ്ടുപിടിച്ച് അറിയത്തുള്ളത്. നല്ല റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. കോടതി പോയി കിട്ടിക്കഴിഞ്ഞാൽ കോടതി പോയിട്ട് നമുക്ക് അത് അതിന്റെ സോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിക്കവർ ചെയ്യാന്ന് പറഞ്ഞു. ഏതായാലും വളരെ നടുക്കമുളവാക്കുന്ന സംഭവം കൂടിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കാരണം ഈ സ്വർണം പണയം എടുത്ത് വിൽക്കാൻ സഹായിക്കുന്ന ഇവരെ പോലുള്ളവരുടെ സത്യസന്ധതയെ അവർ ദുരുപയോഗം ചെയ്തു. വണ്ടിയുടെ ഈ ആപ്പ എന്നുള്ള വണ്ടിയുടെ ബാക്ക് സൈഡിലാണ് മുഖം പൊട്ടി 2 പേരെ ഒളിച്ചിരുന്നത്. കണ്ണിൽ മുളക് പൊടി തേച്ചതിന് ശേഷമാണ് ഈ കാശ് പിടിച്ചു പറിച്ചത്. ഏതായാലും ഭാഗ്യം കൊണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ ജീവനുമായി രക്ഷപ്പെടണം അല്ലേ? ഈ പറയുന്ന അഭിലാഷ് എന്ന് പറയുന്ന വ്യക്തിയെ നമ്മള് നല്ല സഹകരണത്തിലും കൂടെ ഉള്ള ഒരു വ്യക്തിയെ അറിയുന്നുള്ള, നല്ല സഹകരണത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. അതാണ്. അതുമല്ല, ജീവനല്ലേ. നമ്മള് ചിലപ്പോ വല്ല ഇരുമ്പ് വടിയും കൊണ്ട് അടിച്ച് കോമയിലായി കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ. പക്ഷെ നമ്മളെ 2 കെട്ട് ആശുപത്രി കിടന്ന എന്ത് ചെയ്യും? ആരുണ്ട്? ഏതായാലും ഇവർ 2 പേരും ചെറുത്തുന്നതുകൊണ്ട് മാത്രമാണ് ആ കുറച്ച് കാശേ പോയുള്ളൂ. പ്രതികൾ ഓടി രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ പെട്ടെന്ന് 100 വിളിച്ചു. 5 മിനിറ്റ് കൊണ്ട് പോലീസ് സ്ഥലത്തെത്തി. പോലീസ് നല്ല രീതിയിൽ, അവിടുത്തെ SIയും CA ഒക്കെ നല്ല രീതിയിൽ തന്നെ അവര് നോക്കി പ്രതികളെ പിടിച്ചത്. ആറ്റിങ്ങൽ പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ 5 മിനിറ്റ് കൊണ്ട് സംഭവ സ്ഥലത്തേക്ക് പറന്നെത്തി. അങ്ങനെ ഒരുപാട് അനുകൂല ഘടകങ്ങൾ ഇവർക്ക് ഭാഗ്യമായി മാറി. മുഴുവൻ കാശ് നഷ്ടപ്പെട്ടില്ല. 2 ലക്ഷം രൂപ മാത്രമാണ് അവർ കൊണ്ടുപോയത്. അതെന്തായാലും 5-ാം പ്രതിയെ പിടികൂടുന്നതോടുകൂടി അത് തിരിച്ച് കിട്ടുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും സനൂപ്, ശരത്ത്, അഭിലാഷ്, മഹി എന്നീ 4 പേരെയാണ് ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു പ്രതി, മുഖം മൂടിയിട്ട ഒരു പ്രതിയെ കൂടി ലഭിക്കാനുണ്ട്. ബാക്കി 4 പേരും അറസ്റ്റിലായിരിക്കുന്നു. ഇതിൽ അഭിലാഷ് എന്ന വ്യക്തി ദീർഘകാലമായി ഈ പറയുന്ന 2 ചേട്ടന്മാർക്കും വളരെ പരിചയമുള്ള ആളാണ്. ഈ ചേട്ടന്റെ പഴയ വീടിന്റെ അടുത്തുള്ളതാണ്. കൊച്ചുനാൾ മുതലേ അറിയാവുന്ന ആളും കൂടിയാണ്. അവരിൽ നിന്നാണ് ഇത്രയും ക്രൂരവും നീചവുമായ, കാശിനൊക്കെ എന്താ പറയാ, ഒരു കാശ് കണ്ടിട്ട് സ്വന്തം സുഹൃത്തുക്കളെ പോലും വഞ്ചിക്കുന്ന അല്ലെങ്കിൽ അവരെ കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു സമൂഹം വളർന്നു വരുന്നു എന്നത് ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. ക്യാമറമാൻ അനീഷിനൊപ്പം സെയ്ദ് മാരാർ സൈനിക.